എന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് പറഞ്ഞത്, എന്താണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ നോക്കി, അതിൽ മേജറായിട്ട് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു നോക്കി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കോർഡിംഗ് എന്നൊരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ കുറിച്ച്. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്ന മേജർ ഫംഗ്ഷനാണ്. റെക്കോർഡിംഗ് തന്നെയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. ദാറ്റ് ഇസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഒരു ഓർഗനൈസേഷൻ നടക്കുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഫ്യൂച്ചർ റെഫറൻസിനോ അതേപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, റെക്കോർഡിംഗ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് റെക്കോർഡിംഗ് ഓർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് വരുന്നത്, പെർച്ചേസ്, സെയിൽ, എക്സ്പെൻസസ്, ഓൾ ഇൻകംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ബുക്ക് ഓഫ് ജേർണൽ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ എവിഡൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതാണ് റെക്കോർഡ്സിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫൈൻഡിങ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. ദാറ്റ് ഇസ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഞാൻ പറഞ്ഞു റെക്കോർഡിന് ശേഷം അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയാണ് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലൂടെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ഫൈൻഡിങ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആൻഡ് ഷോൺ ത്രൂ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് ഫോർ കീപ്പിംഗ് ആസ് എൻ എവിഡൻസ്. And next one is profit or loss calculate ചെയ്യാം. Profit or loss calculate ചെയ്യുന്നത് it's through a financial statement called profit and loss account or profit and loss statement. അതിലൂടെയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ കിട്ടിയ ലോസ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് depiction of financial position. And the third objective is depiction of financial position. Financial position. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഫസ്റ്റ് ടേം ആയിരിക്കാം വാട്ട് ആർ അസറ്റ്സ്, വാട്ട് ആർ ലയബിലിറ്റീസ്. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലൂടെയാണ്. ബാലൻസ് ഷീറ്റ് എന്ന സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ കാണിക്കുന്നത്. അതായത് എന്തൊക്കെ അസറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് ഓർഗനൈസേഷൻ. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്താണ് അസറ്റ്സ്, എന്താണ് ലയബിലിറ്റീസ്? ഫോർ എക്സാമ്പിൾ, ഒരു കോമൺ പേഴ്സണ് എന്തൊക്കെ അസറ്റ് എന്ന് പറയാം? ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ, ഒരു ഭൂമി ഉണ്ടെങ്കിൽ ഒരു അസറ്റാണ്. ഒരു ഹൗസ്, ഒരു വീടുണ്ടെങ്കിൽ ഒരു അസറ്റാണ്. സോ സിമിലർലി ഫോർ an ഓർഗനൈസേഷൻ എന്തൊക്കെ അസറ്റുകൾ വരാം? ലാൻഡിന്റെ ഫോമിൽ വരാം, ബിൽഡിങ്ങിന്റെ ഫോമിൽ വരാം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള അസറ്റ്സ്. അതിനെ പറയുന്നതാണ് എക്കണോമിക് റിസോഴ്സസ് ഓഫ് എന്റർപ്രൈസ്. അസറ്റ്സ് അത് എക്കണോമിക് റിസോഴ്സസ്, മോണിറ്ററി ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്ന റിസോഴ്സസ്, അതിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഫോർ എ കോമൺ പേഴ്സൺ എന്തൊക്കെ ലയബിലിറ്റീസ് വരാം? ഫോർ എക്സാമ്പിൾ, ഒരാളിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട് കുറച്ച് എമൗണ്ട്, ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ലയബിലിറ്റി അല്ലെ. സിമിലർലി ഫോർ ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷൻ ബോറോ ചെയ്യാം, ലോൺ എടുക്കാം, ഇതൊക്കെ പറയുന്നതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ
ഓർഗനൈസേഷന്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റിലൂടെ ഡെപിക്ട് ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ അസറ്റ്സ് വരുന്നു, ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കുന്നത്. ആൻഡ് ഫൈനലി ദ ഫോർത്ത് ഒബ്ജക്റ്റീവ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ യൂസേഴ്സ്. അത് ഏറ്റവും ഒരു മേജർ ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ people. എങ്ങനത്തെ people? What all people are included? That is users, internal as well as external users. Okay, so നമ്മൾ പറഞ്ഞു ഇതാണ് 4 objectives of accounting. So I'll repeat. Objectives എന്ന് പറയുന്നത് mainly maintenance of records maintain ചെയ്യുക, that is day to day transactions are recorded in a book called journal. അത് future evidence-നും അതേപോലെ തന്നെ for taxes എന്താണ് നമുക്ക് വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് റെക്കോർഡിങ്ങിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫൈൻഡിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇറ്റ് ഇസ് ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ കാണിക്കുക. ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് ഇസ് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റ് എന്ന സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. Balance sheet include assets and liabilities. Assets are the economic resources of an enterprise. Example, land, building, machinery. അതൊക്കെയാണ് പറയുന്നത് assets. Liabilities. What are the borrowings the organizations have taken? എന്തൊക്കെ borrow ചെയ്തിട്ടുണ്ട്. Okay, for example, loans. Okay, ലോൺ. അതേപോലെ തന്നെ നോർമൽ വേറെ ഓർഗനൈസേഷൻസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ബാങ്ക്സ് തന്നെ വേണമെന്നില്ല ലോൺ എടുക്കാൻ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഫ്രം അതർ കമ്പനീസ്. അങ്ങനത്തെ ബോറോയിങ്സ് ഒക്കെയാണ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ്. ഓക്കെ, ഇതാണ് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് that is information is communicated to the users. In the information, organization the financial position, it is communicated to the users, internal users as well as external users. Okay, ഇതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബേസിക് ടേംസ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ടേംസ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം ഇസ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ ബിസിനസ്, അതിനെ പറയുന്നതാണ് എന്ത് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിച്ച് ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറും ഓർഗനൈസേഷനും രണ്ട് എൻറ്റിറ്റീസ് ആണ്, രണ്ട് സെപ്പറേറ്റ് ഐഡന്റിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, ഓണർ ആൻഡ് ദ ബിസിനസ് ആർ ഡിഫറെന്റ്. ദേ ആർ having two separate identities. Okay, so entity എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. എൻറ്റിറ്റി ഈവൻ ദോ ഓണർ ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ്. ഓക്കെ, രണ്ടും രണ്ടായിട്ട് കണക്കാക്കാം. ഓക്കെ, സോ നമ്മൾ ഇനി കോൺസെപ്റ്റുകൾ അത് പഠിക്കും. സോ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ഹൂസ് ബീയിങ് എയിം എന്ന് പറയുന്ന പ്രോഫിറ്റ് ആയിരിക്കാം, ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ മെയിൻലി നമ്മൾ നോക്കുന്ന പ്രോഫിറ്റ് ഏർണിംഗ് കമ്പനീസിനെ കുറിച്ചാണ്. സോ എൻറ്റിറ്റി മീൻസ് ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നൊരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി, ഐ മീൻ സെപ്പറേറ്റ് ഐഡന്റിറ്റി ആർക്കുണ്ട് ഓർഗനൈസേഷൻസിന്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻറ്റിറ്റി. Second one is transaction. Transaction എന്ന് പറഞ്ഞു എന്താണ് ഈവന്റ് എന്ന് പറയുക. എക്കണോമിക് ഈവന്റ്സ് അത് ഈവന്റ്സ് വെച്ചാൽ എക്സ്പ്രസ് ഇൻ മോണിറ്ററി ടേംസ്. ഒരു ഈവന്റിൽ എന്തൊക്കെയുണ്ട്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലെ. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താ ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ ഓഫ് മണി അല്ലെ. ട്രാൻസാക്ഷനിൽ എന്താണ് മണി ഇൻഫ്ലോ ഇൻ ടു ദ ബിസിനസ് ഉണ്ട്, മണി ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പർച്ചേസ് ഇസ് എ ട്രാൻസാക്ഷൻ. പർച്ചേസിൽ എന്താണ് goods coming into the business. Example, purchase of goods coming into the business and the money is going out of the business alle avade ninnu cash outflow aanu varunnu. Ini for example sale of goods, avade endana goods going out of the business and money is coming into the business alle. So transaction it includes inflow and outflow of money or cash. Okay, and the next one is capital. എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയാണ് ക്യാപിറ്റൽ, നമ്മുടെ മൂലധനം. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഫോർ എക്സാമ്പിൾ a particular person has invested 10 lakhs rupees to start a business. അതാണ് ക്യാപിറ്റൽ. Okay, so capital എന്ന് പറയുന്നത് എന്താ, amount invested by the owner into the business. This capital is a liability for business.
ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നേരത്തെ എൻറ്റിറ്റിയിൽ ഞാൻ പറഞ്ഞു അല്ലെ, ഓർഗനൈസേഷനും ബിസിനസ്സും രണ്ടും രണ്ട് ഐഡന്റിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാപിറ്റൽ ഇസ് ബ്രോട്ട് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ് അല്ലെ. ബിസിനസ്സിലേക്ക് ആരെയും ക്യാപിറ്റൽ കൊണ്ടുവന്നത്? ഓണറാണ് കൊണ്ടുവന്നത്. സോ ഓണറോട് ബിസിനസ് എന്താണ്? കടപ്പെട്ടിരിക്കുന്നത്. സോ one more thing is that നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസിന്റെ പോയിന്റിലാണ് കേട്ടോ ചെയ്യുന്നത്. ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാപിറ്റൽ ഇസ് എ ലയബിലിറ്റി ഫോർ ബിസിനസ്. എന്തുകൊണ്ടാണ്? ഓണറാണ് കൊണ്ടുവന്നത് ക്യാപിറ്റൽ. സോ അതുകൊണ്ട് തന്നെ ഓണറോട് ബിസിനസ് എന്താണ്? കടപ്പെട്ടിരിക്കുകയാണ്. സോ ക്യാപിറ്റൽ ഇസ് എ ലയബിലിറ്റി ഫോർ ബിസിനസ്. ഓക്കെ, and the next one is drawings. Drawings. Amount withdrawn by the owner from the business for personal use. Example, purchase of car by the owner for his personal use. ഒരു കാർ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാണ്. The money is taken from the business. അതിനെ പറയുന്നതാണ് ഡ്രോയിങ്സ്. വിഡ്രോ ചെയ്ത എമൗണ്ട്, ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആര്? ഓണേഴ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഓക്കെ, സോ ദിസ് ഡ്രോയിങ്സ് ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ക്യാപിറ്റലിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 10 lakhs rupees ആണ് ക്യാപിറ്റൽ. 1 lakh is taken for purchase of a car by the owner for his personal use. അപ്പൊ എത്രയായി ക്യാപിറ്റലിന് പോയപ്പോ? 9 lakhs ആയി. 10 ലക്ഷം ക്യാപിറ്റല് 1 lakhs ഒരു പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിക്കാൻ 1 lakhs rupees ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യും. സോ ക്യാപിറ്റൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറയുക. സോ ക്യാപിറ്റലിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് നമ്മൾ ഡിഡക്ട് ചെയ്യുക. സോ ഈ സർട്ടൻ ടേംസ്, ഈ 4 terms നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. എൻറ്റിറ്റി, ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. എൻറ്റിറ്റി is organization. Transaction means it includes cash inflow and cash outflow. Capital is the amount invested by the owner into the business, and the drawings amount withdrew by the owner from the business. Okay, so capital is liability because the financial statements are prepared from the point of view of business. Business in a point of view nokumbo business owner road endana kadapettirikkan cheyum. So it's a capital is liability for the business. Okay, so I hope in our terms objectives clear ആയി വിചാരിക്കുന്നു. In the coming videos I'll introduce you some more terms കുറച്ചും കൂടി കൊണ്ടുവരാം. Okay, so fine. So thank you for watching my channel.